ഇപിക്കെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നു. കണ്ണൂരിലെ CPM-ൽ LDF കൺവീനർ EP ജയരാജനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ EP ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. EP-യുടെ BJP അനുകൂല പ്രസ്താവനകൾക്ക് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്ന CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുയർന്നു. LDF കൺവീനർ സ്ഥാനത്തിരിക്കുന്ന EP ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് EP പ്രവർത്തിച്ചത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കെതിരായി CPM ജില്ലാ കമ്മിറ്റികളിൽ വിമർശനങ്ങൾ ആളിക്കത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പാർട്ടിക്ക് നൽകേണ്ടി വന്നത് കനത്ത വിലയാണെന്ന് എറണാകുളം CPM ജില്ലാ കമ്മിറ്റിയിലടക്കം വിമർശനങ്ങൾ ഉയർന്നു. ഇതേ സമയത്താണ് EPക്കെതിരെയും അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നത്. സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട EP ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല. കാസർഗോഡ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന EPക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലും ഉണ്ടായ വോട്ട് ചോർച്ച തടയാൻ കഴിഞ്ഞില്ല. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് EP ജയരാജൻ നിരന്തരം നടത്തിയത് എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞു. മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ EP 3ലേറെ തവണ പ്രസ്താവന നടത്തുകയുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിട്ടും ആ കാര്യത്തിൽ നിന്ന് EP പിന്നോട്ട് പോയില്ല. BJP സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടെന്ന EP-യുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നതിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം LDF-ഉം BJP-യുമാണെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ആലോചിക്കണമെന്നും ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ BJP കേരള പ്രഭാരി അജിത് ജാവേദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ EP-യുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയതെന്നും ആരോപണമുയർന്നു. ജാവേദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് EP വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിലായിരുന്നു. മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയതോടെ പാർട്ടിയെക്കുറിച്ചുള്ള അവമതിപ്പുണ്ടാക്കി. EP ജയരാജൻ BJP-യിൽ ചേരാൻ ദള്ളാൾ നന്ദകുമാർ മുഖേന ശോഭാ സുരേന്ദ്രനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും പാർട്ടി നടത്തുന്ന BJP വിരുദ്ധ പോരാട്ടങ്ങളെ ദുർബലമാക്കി. EP-ക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ട് BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയ്ക്ക് പങ്കാളിത്തമുള്ള നിരാമയ ഏറ്റെടുത്തത് വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ആഘോഷിച്ചുവെന്നും കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് മുഖ്യ കാരണമായി EP ജയരാജനെ പ്രതിക്കൂട്ടിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന് അനുകൂലമായി ഒരു വാക്ക് പോലും അവലോകന യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനങ്ങൾ പ്രതിരോധിക്കുകയും ചെയ്തു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം കിട്ടിയത് പിണറായി വിജയന്റെ നേതൃത്വത്തിന് കീഴിലാണ് എന്നത് മറക്കരുത് എന്നും തോൽവിയുടെ പേരിൽ പഴിചാരുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. ഫലത്തിൽ കണ്ണൂരിൽ മുതിർന്ന നേതാവായ EP ജയരാജനോടൊപ്പം ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഒരു കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയും പാർട്ടിയിലെ രണ്ടാമനുമായ EP-യുടെ പാർട്ടിക്കുള്ളിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. വൈകാതെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപായി LDF കൺവീനർ പദവി രാജിവെച്ചേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും കൈവിട്ട പാർട്ടിയിലെ കരുത്തിന് സ്വന്തം തട്ടകത്തിൽ പോലും കാലിടർന്ന കാഴ്ചയാണ് നാം കാണുന്നത്.